ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالتي هي أحسن إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بالمهتدين. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആരിഫ് ഹുസൈൻ തെരുവത്ത്, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു എമു ആണ്. ഇസ്ലാം വിമർശകരായിട്ട് ഇപ്പോൾ സംഘികളുടെ കൂടാരത്തിൽ കഴിയുന്ന എമു ആയിട്ട് നടക്കുന്ന ആരിഫ് ഹുസൈനായിട്ട് ഏകദേശം 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഫോൺ സംഭാഷണം നടത്തിയിരുന്നു. അത് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ മുഴുവനായിട്ട് അങ്ങനെ തന്നെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ അന്ന് കുറച്ച് തിരക്കിലായിരുന്ന സമയത്തായിരുന്നു ഇദ്ദേഹം ഫോൺ ചെയ്തതും. അത് മാത്രമല്ല, ഞാൻ അന്ന് ഒരുപാട് മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവസാനം അയാൾ കട്ട് ചെയ്ത് പോവുകയാണ് ഉണ്ടായത്. എന്തോ ആവട്ടെ, അപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ സംസാരിച്ച ചില വിഷയങ്ങൾ നമ്മൾ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് ഒരു വീഡിയോ രൂപത്തിലാക്കുകയാണ്. ഇതിലെ പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ച് പാർട്ടുകൾ ഈ വിഷയമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കിടയിൽ എങ്ങനെയാണ് തെറ്റിദ്ധാരണ ഇയാൾ ഉണ്ടാക്കുന്നത് എന്ന് തുറന്നു കാണിക്കുക എന്ന് മാത്രമാണ് നമ്മളുടെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ കൂടെ ദിലീപ് യൂസുഫ് ഉണ്ട്, അതേപോലെ തന്നെ മുഹമ്മദ് അജ്മൽ ഉണ്ട്. 2 പേരും ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വീഡിയോ കേൾക്കണം? കേൾക്കുന്നുണ്ടോ? ഓക്കെ ഇത് ആരിഫായിട്ട് ഓൾറെഡി സംസാരിച്ചല്ലേ ഷമീർ? ഓക്കെ, അപ്പൊ അതിനകത്ത് ചില പാർട്ടുകൾ ക്ലാരിറ്റി വരേണ്ടത് വെച്ചാൽ ഷമീർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് കടയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം അതിനകത്ത് ഷമീർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ കടയിലാണ്, വിടുന്നില്ല പുള്ളി. ഇല്ല അങ്ങനെയാണ്, എനിക്ക് സമയമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അത് തന്നെ ഒരു ഫോണിങ് മര്യാദയ്ക്ക് എതിരാണ്. ഒരാളിന് പറ്റുന്നില്ല, ഞാൻ ഒരു വെളിയിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു മര്യാദ ആദ്യം പഠിക്കണം. ഇസ്ലാമിൽ അത് തന്നെ ഉണ്ട്. ഇസ്ലാമിൽ ഒരു വീട്ടിനകത്ത് കയറണമെങ്കിൽ അതിനൊരു മര്യാദയുണ്ട്. ഇപ്പോൾ 3 പ്രാവശ്യം പോയി ഒരു വീട്ടിൽ പോയി സലാം പറയണം, അസ്സലാമു അലൈക്കും 3 വട്ടം പറഞ്ഞിട്ട് അതിനകത്ത് അവർക്ക് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ, തിരിച്ചൊരു മറുപടി വന്നില്ലെങ്കിൽ അവിടെ നിന്ന് പോകണമെന്നാണ്. ഇത് ഖുറാനിലുണ്ട്. നിസ്കരിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കും. നിസ്കരിക്കുന്നതിനകത്തില്ല, അത് ഹദീസിലുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള മര്യാദകൾ ഇസ്ലാമിൽ ഖുറാനിൽ തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിൽക്കരുത്, പോയിക്കോളണം. നമുക്ക് അവിടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവർ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മളിപ്പോൾ തൽക്കാലം എൻ്റർടൈൻ ചെയ്യാൻ അവർ ഒരുക്കുമല്ല എന്നുണ്ടെങ്കിൽ പോയിക്കോളണം. ഇതൊക്കെ അന്നത്തെ കാലത്ത് തന്നെ പറഞ്ഞു. ഇതൊക്കെ മുസ്ലിമായിട്ടിരുന്നിട്ട് മുസ്ലിമായിട്ടിരുന്ന ആളാണ്. ഇതൊന്നും അറിയാതെ ഒരു എക്സ് മുസ്ലിമായി കഴിയുമ്പോൾ മാത്രമാണ് ഇവർക്ക് ഇസ്ലാമിന്റെ വിവരങ്ങൾ കൂടുക, അതും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വിവരങ്ങൾ. അപ്പം അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വളരെ മോശമായ, വളരെ സീരിയസ് ആയ ഇഷ്യൂസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമീർ ഏതാണെന്ന് വെച്ചാൽ അത് പ്ലേ ചെയ്ത് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ആദ്യം കേൾക്കാം. പറഞ്ഞോ, എന്താ പറഞ്ഞത്? ഷമീർ മനസ്സിലാക്കിയത് പറയും. നിങ്ങൾ പറഞ്ഞ പ്രകാരം ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് അതാണ് വിഷയം. അത് ഇസ്ലാമികപരമായിട്ട് ശരിയാണ് എന്നാ. അതായത് ഖുറാന്റെ വാക്യങ്ങൾ വരെ ഉണ്ട് അതിന് തെളിവായിട്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അത് ശരിയല്ല. എന്തുകൊണ്ട് ശരിയല്ല? അതിന് അങ്ങനെ ഒരു അധ്യാപനം ഖുറാനിലില്ല. അങ്ങനെ ആയിട്ടില്ല. ഇല്ല, ഖുറാൻ അങ്ങനെ ആയിട്ടേ ഇല്ല. ഇല്ല. അതായത് ഭൂമിയിൽ പ്രവാചകനെതിരെ കുഴപ്പം സൃഷ്ടിച്ചാൽ അവരെന്ത് ഖുറാൻ പഠിക്കുന്നത്? അത് ആരോടാ പറഞ്ഞു? ആരോടായിക്കോട്ടെ ഖുറാൻ പറയുന്നത്. ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികളാണ് ചെയ്യുന്നത്. ഖുറാൻ ആരോടാ സംസാരിക്കുന്നത്? ഖുറാൻ മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഞാനൊരു പാവപ്പെട്ട ആളാണ്. ഖുറാനില് പ്രകാരം സക്കാത്ത് കൊടുക്കണം എല്ലാവരും പറയും. വിട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്തേ കൊടുക്കാതെ അല്ലല്ലോ. ഇത് ആരോടാണ് പറയേണ്ടത്, ആരാണ് മനസ്സിലാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാലോ. ഇതൊരു ഭരണാധികാരിയായിട്ടുള്ള ഒരു ഇസ്ലാമിക രാജ്യം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭരണാധികാരിക്ക് കൊടുക്കുന്ന ഓർഡറാണ്. അവരാണ് അത് ചെയ്യിപ്പിക്കുന്നത്. ഭരണത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയാണ്. ഓക്കെ, അതാണ് വിഷയം. കേട്ടല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെറിയൊരു ഉദാഹരണം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് സക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ മനുഷ്യരോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. പക്ഷേ എന്താ പറയുക, മനുഷ്യരോടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ആളുകൾ അത് പ്രവർത്തിക്കണം എന്നുള്ളതും ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഉദാഹരണമായിട്ടാണ് ഞാൻ സക്കാത്തിന്റെ വിഷയം പറഞ്ഞത്. ഞാനൊരു പാവപ്പെട്ട ആളാണ്. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ സക്കാത്ത് കൊടുക്കണമെന്ന് ഖുർആനിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? പണമുള്ളവനാണ് അത് കൊടുക്കേണ്ടത്, അവനാണ് അത് നിർവഹിക്കേണ്ടത്. അതേപോലെ തന്നെ ആണ് ബാക്കിയുള്ള കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത്. അതിപ്പോൾ ഏത് വിഷയവും, നിസ്കാരമാവട്ടെ, ഏത് വിഷയമാവട്ടെ. ഇപ്പോൾ ഒന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ, നമസ്കരിക്കാൻ ഒരാൾക്ക് എല്ലാവർക്കോടും നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നു. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ മറന്നു പോകുന്ന പരിപാടി ഉണ്ടെങ്കിൽ അയാൾ മറന്നുപോയി വിചാരിക്കും. ഒരാൾ നിസ്കരിക്കാൻ മറന്നുപോയി ആ സമയത്ത്. അപ്പോൾ അയാൾക്ക് പിന്നെ ആ ഓർമ്മ വരുമ്പോൾ നിസ്കരിക്കാം. പക്ഷെ നിസ്കാരം കറക്റ്റായിട്ട്
നിസ്കരിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുത്ത് തന്നെ നബി പഠിപ്പിച്ചു കൊടുത്തു. ആകെ മറന്നു കഴിഞ്ഞാൽ മറന്നവൻ ഓർമ്മ വരുമ്പോൾ നിസ്കരിക്കട്ടെ. അതേപോലെ തന്നെ പല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദിലീപ് എന്തെങ്കിലും പറഞ്ഞോളൂ ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇത് ഇവരുടെ സ്ഥിരം എന്താണ് പല്ലവിയാണ്. ഈ ഇസ്ലാം വിരോധികളുടെയും ഈ മുസ്ലിങ്ങളെ താറടിച്ച് കാണിക്കാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനും നടക്കുന്ന ഈ സംഘീപാളത്തിലുള്ള ആൾക്കാരും ആരിഫ് ഹുസൈനും ഈ അനിൽകുമാർ അയ്യപ്പനും എല്ലാം കൊണ്ടത് ഈ ജോസഫ് മാഷിന്റെ കൈവിട്ടെടുത്തിട്ട് ഇന്നും സംസാരിക്കും. ഇപ്പൊ നമ്മുടെ അലിയാർ കാസിമി ഉസ്താദ് RV ബാബുവായിട്ടുള്ള സംസാരത്തിൽ പുള്ളി ഈ ടോപ്പിക് വരുമ്പോഴത്തേക്ക് പുള്ളി ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അന്നേ ദിവസം തന്നെ 3 പേര് കൈവിട്ട് കേസ് കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതാരും നോക്കുന്നില്ല. ഇത് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്, വലിയ കേസാക്കി അത് അതിനെ വർഗീയവൽക്കരിച്ച് പറയുന്നത്. നമ്മളും പറയുന്നത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് മുസ്ലിങ്ങളുടെ സ്റ്റാൻഡും. അതെല്ലാം അവിടെയുള്ള നമ്മുടെ മുസ്ലിം ലീഡേഴ്സും എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല. പക്ഷെ എന്നാലും അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് ഇസ്ലാമിനെതിരെ യൂസ് ചെയ്യണം. ഇപ്പൊ ഇതിനകത്ത് ഇതും അനിൽകുമാർ അയ്യപ്പൻ എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഖുറാനിലൊരു ആയത്തുണ്ട് 5:33 അള്ളാഹുവിനും അവന്റെ ദൂതനും എതിരെ പോരാടുന്നവർക്ക് ഉള്ള ശിക്ഷകൾ എന്ന് പറഞ്ഞിട്ട് അവരെ കൊല്ലുകയോ നാടുകടത്തുകയോ കൈകാലുകൾ ഏത് ദിശയിൽ വെട്ടുകയോ ചെയ്യുക എന്നുള്ളത് ആ ആയത്ത് വെച്ചിട്ടാണ് ഇവർക്ക് വെട്ടാം എന്നുള്ളത്. അപ്പോൾ ഷമീറിന്റെ അടുത്ത് ചോദിക്കുന്നത്, ഷമീർ ക്ലിയർ ആയിട്ട് പറയുന്നത് ഇത് ആരുടെ അടുത്താണ് പറഞ്ഞേക്കുന്നത്, ഇത് ആരാണ് ചെയ്യേണ്ടത്, ആയത്തുണ്ടെങ്കിൽ അത് ആരാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്, അത് ആരാണ് ചെയ്യേണ്ടത്, അതിന്റെ കണ്ടീഷൻസ് വല്ലതും ഉണ്ടോ, ഇതെല്ലാം നോക്കണം. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, എല്ലാവരും സക്കാത്ത് കൊടുക്കണോ, അതിന് കണ്ടീഷൻ ഉണ്ട്. നിസ്കരിക്കുന്നുണ്ട്, അതിനും വേറെ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ടാവും. നോമ്പ് വയ്ക്കുന്നുണ്ട്, അതിന് റിലാക്സേഷൻ വേറെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരു ആയത്ത് വായിക്കുമ്പോൾ അത് ആരോടാണ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം അത് മനസ്സിലാക്കാൻ. ഇത് ആരിഫ് ചോദിക്കുന്നത് ആരോടത്താണ്, ഖുറാൻ എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പൊ എല്ലാവരും പോയി ഇതിങ്ങനെ വെട്ടണമെന്നാണ് പുള്ളി പറയുന്നത്. ഇനി ആരിഫിന്റെ വാദം ശരിയാണെങ്കിൽ ഇത് 5:33 4 താഴെ 5:38 അതൊന്ന് വായിച്ചേ ഷമീർ. അത് ആരിഫ് എന്ത് പറയുന്നു? ഇതേ ആരിഫ് ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തിരിച്ച് ഞാൻ ആരിഫിനോട് ചോദിക്കും, ഈ ആരിഫ് എന്ത് പറയുന്നു എന്നുള്ളത് ഒന്ന് വായിച്ചത്. 5:38 സൂറത്ത് മാഇദയിലെ 5:38 വചനം. മോഷ്ടിക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവരുടെയും കൈകൾ നിങ്ങൾ മുറിച്ചു കളയുക. അവർ സമ്പാദിച്ചതിനുള്ള പ്രതിഫലം അള്ളാഹുവിൽ നിന്നുള്ള മാതൃകപരമായ ശിക്ഷയുമാണ് ഇത്. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകും. ഓക്കെ, അപ്പം മോഷ്ടിച്ച കൈവെട്ടണമെന്നുള്ള നിയമം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആയത്താണ് 5:38 പറയുന്നത്. 5:33 അള്ളാഹുവിനെ അവന്റെ ദൂതനെതിരെ പോരാടുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ പറയുന്നു. 4 ആയത്ത് കഴിഞ്ഞിട്ട് മോഷ്ടിക്കുന്ന ആളുടെ കൈവെട്ടണമെന്ന് പറയും. അപ്പൊ ഞാൻ ആരിഫിനോട് ചോദിക്കുകയാണ്, ഇത് ആരോടാണ് പറഞ്ഞത്? മുസ്ലിങ്ങളോടല്ലേ? ഇപ്പൊ ഷമീർ മോഷ്ടിച്ച ഞാൻ ഷമീറിന്റെ കൈവെട്ടണം, ഞാൻ മോഷ്ടിച്ച ഷമീറിന്റെ കൈവെട്ടണം. ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ആരും നടക്കുന്നുണ്ട്? ഈ ഖുറാൻ ആയത്ത് വെച്ചിട്ട് സിവിലിയൻസ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് ആരെങ്കിലും മോഷ്ടിക്കുന്ന കണ്ട വെട്ടുന്നുണ്ട്? അപ്പൊ പറഞ്ഞില്ല. ആരിഫും അത് പറയത്തില്ല, ഇസ്ലാം രാഷ്ട്രത്തിലുള്ള ഒരാളും പറയത്തില്ല. ഇസ്ലാമിക നിയമമുള്ള ഒരു രാഷ്ട്രത്തിലും ഇത് ചെയ്യേണ്ടത് സാധാരണ ആളാന്ന് പറയും, ആൾക്കാരാന്ന് പറയത്തില്ല, സാധാരണ ആൾക്കാരല്ല ഇത്. അപ്പൊ പിന്നെ ആരാടാ? അത് ഗവൺമെന്റാണ് ചെയ്യേണ്ടത്. ഒരു നീതി ന്യായ വ്യവസ്ഥയുണ്ട്, ഒരു ഗവൺമെന്റ് ഉണ്ട്, അതിനൊരു തലവനുണ്ട്, ഒരു റൂൾസ് ഉണ്ട്. ഒരാൾ മോഷ്ടിച്ച് കഴിഞ്ഞാൽ അയാൾ കൊണ്ടുവരണം, അയാളെ വിചാരണ ചെയ്യണം. അയാൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെ കുറിച്ചാണ് ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. അയാളെ പിടിച്ചിട്ട് ജയിലിലിട്ടിട്ട് 3 ദിവസം നമ്മുടെ ടാക്സ് പണത്തിൽ ടാക്സ് വാങ്ങിക്കുന്ന കാശിൽ അയാൾക്ക് 3 നേരം ബിരിയാണിയും എണ്ണയും ഞായറാഴ്ച സിനിമയും എല്ലാം കാണിച്ചിട്ട് 2 വർഷം കഴിഞ്ഞ് ഇറക്കി ഇവിടെയല്ല ചെയ്യേണ്ടത്. മോഷ്ടിച്ചാൽ കൈവെട്ടണമെന്ന് പറഞ്ഞാൽ അപ്പോഴേ അടുത്ത ആൾ മോഷ്ടിക്കാതിരിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള നിയമങ്ങളിലാണ് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉള്ളത് എന്ന് ഖുറാൻ തന്നെ പറയുന്നു. ഇങ്ങനെയുള്ള സ്ട്രിക്റ്റ് നിയമം ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കാണത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇന്ന് കണ്ടില്ലേ, ആൾക്കാരുടെ പൈസ തട്ടിപ്പിക്കുന്നതും മോഷ്ടിക്കുന്നതും ആൾക്കാരെ കൊല്ലുന്നതും മനുഷ്യർക്കെതിരെയുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമൊക്കെ വളരെ എന്താണ് ചീപ്പായിട്ട് നടക്കാനുള്ള കാരണം എന്താണ്? ശക്തമായ ആ ശിക്ഷകളില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ ശിക്ഷയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ഇത് ഗവൺമെന്റാണ് ചെയ്യുന്നുള്ളത്. 5:38 വായിക്കുമ്പോൾ അത് ഓക്കെ. 5:33 വായിക്കുമ്പോൾ മാത്രം ഇത് ആരോടാണ് പറയുന്നത്? മുസ്ലിങ്ങളോടല്ലേ? അപ്പൊ ഇത് വേണോന്നും പറഞ്ഞ് കുത്തിത്തിരിക്കുന്നല്ലേ? ഇസ്ലാമിനെതിരെയും ഖുറാനെതിരെയും മുസ്ലിംക്കെതിരെ വർഗീയവൽക്കരിക്കുന്ന ആൾക്കാരെ ഇളക്കി വിടണം. ഇതാണ് ഖുറാൻ പറയുന്നത്. എന്നിട്ട് എല്ലാവരെയും ഇപ്പം നിങ്ങളുടെ മതം തീവ്രവാദമാണ് പഠിപ്പിക്കുന്നതെന്ന് പഠിപ്പിക്കാൻ കാണിക്കുന്ന അനിൽകുമാർ അയ്യപ്പൻ ഉൾപ്പെടെ ഇത് കാണിക്കുന്നുണ്ട്, എപ്പോഴെടുത്ത് കാണിക്കുന്നത്. അവർക്ക് എല്ലാവരും കൂടെ ഉള്ള മറുപടിയാണ് ഇത് ഈ ടൈറ്റിൽ തന്നെ വീഡിയോ ഇറങ്ങും. കൈവെട്ടായത്ത് ആരിഫിന്റെ നുണ പിടികൂടുന്നു എന്നുള്ളത്. ഇത് ആരിഫിന് മാത്രമല്ല, ഇത് ആരൊക്കെ ദുർവ്യാഖ്യാനിക്കുന്നു, ആരെല്ലാം ഇസ്ലാമിനെതിരെ ഇത് തെറ്റായിട്ട് വിമർശനം ചെയ്യുന്ന അവർക്കുള്ള ആൻസറും കൂടാണിത്. ഇത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്, ആളുകൾ ചെയ്യേണ്ടതല്ല എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാം. അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതിന്റെ താഴെ 5:38 ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നിങ്ങളും എല്ലാവരും അത് അംഗീകരിക്കുന്നതാണ്, അത് ഗവൺമെന്റ് ചെയ്യേണ്ടതാണെന്നുള്ളത്. അതും 5:33 ഗവൺമെന്റ് തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി വേറൊരു ചോദ്യം ചോദിക്കുന്നതിനകത്ത് അള്ളാഹുവിനും ദൂതനും എതിരെ പോരാടുക എന്നുണ്ടല്ലോ. എന്താണ് പോരാടുക? എന്താണ് എൻ്റെ അർത്ഥം? അതും അറിഞ്ഞുകൂടെങ്കിൽ നമ്മളോട് ചോദ്യം നമ്മൾ പറഞ്ഞുതരാം. അള്ളാഹുവിനും അവന്റെ ദൂതനോടും എന്നുള്ള പ്രയോഗം 2 രീതിയിൽ ഖുറാനിൽ വരും. ഒന്ന്, നിങ്ങൾ അള്ളാഹുവിനെ പിൻപറ്റുക, ദൂതനെ പിൻപറ്റുക എന്ന് അങ്ങനെ കുറെ ആയത്തുകൾ കാണും.
ആ ആയത്തിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ഖുറാനും ഹദീസും പിൻപറ്റുക എന്നുള്ളതാണ്. അള്ളാഹു ഖുറാനിൽ അത് അള്ളാഹുവിന്റെ വാക്കാണ്, ഖുറാൻ. ഹദീസ് അള്ളാഹുവിന്റെ വാക്കല്ല. ഒരു ഇൻസ്പിറേഷൻ വരും, പ്രവാചകന്റെ വാക്കുകളാണ് അത് വരിക. പക്ഷേ വഹീൽ തന്നെയാണ് പറയുന്നത്. രണ്ടായിട്ട് അത് ക്രോഡീകരിച്ച് വെച്ചേക്കുന്നുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ ദൂതനെ പിൻപറ്റുക, ഖുറാൻ ഹദീസ് പിൻപറ്റുക എന്നുള്ള അർത്ഥത്തിൽ കുറേ ആയത്ത് എടുക്കണം. അതാണ് അള്ളാഹുവിനെ ദൂതനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. ഇത് പ്രസംഗികളും ചോദിക്കും, ഉണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെ അനുസരിക്കുക, അപ്പോൾ അള്ളാഹും ദൂതൻ ഒന്നായില്ലേ എന്നുള്ള രീതിയിൽ. വഹീൽ സംസാരിച്ചാൽ മാത്രമേ പിൻപറ്റാവുന്നുണ്ട്. സ്വന്തമായിട്ട് സംസാരിച്ചാൽ ചെയ്യേണ്ടാവുന്നുണ്ട്. അവൻ സ്വയമായി സംസാരിക്കുകയല്ല, വഹീൽ മാത്രമാണ് അള്ളാഹു നബി സംസാരിക്കുന്നത്. മതനിയമങ്ങൾ സംസാരിക്കുമ്പോൾ വഹീൽ മാത്രം സംസാരിക്കുക, അത് മാത്രമാണ് പിൻപറ്റേണ്ടത്. പ്രവാചകൻ സ്വന്തമായിട്ട് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു, ഞാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണ് ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങളാണ് ബെസ്റ്റ് ആൾക്കാർ, നിങ്ങളത് നോക്കിയെടുത്തോളുക, കറക്റ്റാണ് പിൻപറ്റുക, അല്ലെങ്കിൽ വേണ്ടാന്നിട്ട്. വക്കീൽ പറഞ്ഞാൽ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് പിൻപറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് അള്ളാഹുവിനെ അനുസരിക്കുക, ദൂതനെ അനുസരിക്കുക എന്നുള്ളത്. വേറൊരു രീതിയിലുള്ള ആയത്ത് അള്ളാഹുവിനും ദൂതനെ എതിരായിട്ട് നിങ്ങൾ പോരാടുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റിനോട് പോരാടുക എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിനും റസൂലിനും എതിരായിട്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഗവൺമെന്റ്, അത് ഇസ്ലാമിക റൂൾ അനുസരിച്ച് നടക്കുന്ന ഒരു ഗവൺമെന്റാണ്, അവർക്കെതിരെയാണ് പോരാട്ടം. അത് ചെയ്യുമ്പോൾ നിങ്ങൾ ആ അർത്ഥത്തിലാണ് അതെല്ലാം എടുക്കുക. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പ്രവാചകന്റെ വഫാത്തിന് ശേഷം അബൂബക്കറിന്റെ ആ കാലത്ത് തന്നെ പെട്ടെന്ന് ആൾക്കാർ സക്കാത്ത് തരില്ല എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വന്നു. അത് ഖുർആൻ ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. നബി ജീവിച്ചിരിക്കും മാത്രം കൊടുത്താൽ മതി, വഫാത്തിന് ശേഷം ഞങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഗ്രൂപ്പ് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അബൂബക്കറിൽ എന്താ പറഞ്ഞു, ഞാൻ അവരോട് പോരാടുമെന്ന് പറഞ്ഞു, യുദ്ധം പ്രഖ്യാപിച്ചു അവരോട്. അപ്പം ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ, ആ ഗവൺമെന്റിന് ഒരു നിയമം അവിടെ ഉള്ളപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം. അതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ട്, ഞാനൊരു 1000 പേരെ ചേർത്തിട്ട് പോയിട്ട് അതൊന്നും പറ്റത്തില്ല, ഇൻകം ടാക്സ് നമുക്ക് പറ്റത്തില്ല, ഞാൻ എന്തെങ്കിലും എനിക്ക് പറ്റുന്നത് ഞാൻ തരും എന്ന് പറഞ്ഞ് ഞാനിവിടെ ഒരു പോരാട്ടം നടത്തിയ ഗവൺമെന്റ് വിടുക തന്നെ. അപ്പോഴേ പിടിച്ചാകത്താകുന്നില്ല. അത് ഏതെങ്കിലും ഗവൺമെന്റ്, ഇപ്പോൾ അതുപോലെ വോട്ടിംഗ് മെഷീൻ ഉണ്ട്, EVM ഒന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ പേപ്പർ ബാലറ്റിലെ ചെയ്യത്തുള്ളൂ, ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ 100 പേരെ അല്ലെങ്കിൽ 1000 പേരെ വിളിച്ചുകൊണ്ട് വന്ന് പോരാട്ടം നടത്തിയ അതിനെ വിടുവോ? അപ്പോഴേ തൂക്കിക്കൊണ്ട് പോകത്തില്ലേ? അപ്പോൾ അതാണ് അള്ളാഹിന് റസൂലിന് എതിരെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെതിരെ. അവിടെ റൂൾ ഉള്ളപ്പോൾ അതിന് ചലഞ്ച് ചെയ്തുകൊണ്ട് അവരോട് ചോദിക്കാം, അതെല്ലാം ചെയ്യാം. പക്ഷെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഞാൻ തരത്തില്ല, അല്ലെങ്കിൽ ഈ നിയമം അല്ല, ഇത് നിയമം മാറ്റണം എന്നുള്ള നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെതിരായിട്ട് ഇറങ്ങുമ്പോഴാണ് അതിനുള്ള ശിക്ഷയാണത്. അത് ഗവൺമെന്റ് കൊടുക്കേണ്ട, ഭരണാധികാരി കൊടുക്കേണ്ട ഒരു ശിക്ഷയാണത്. അത് വളരെ വ്യക്തമാണ് ഇതിനകത്ത്, ആയത്തിനകത്ത്. അപ്പം അള്ളാഹുവിനും അതും എന്താണ് കുഴപ്പം എന്നുള്ളതും അത് പറയും. എന്താണ് കുഴപ്പം? കുഫറാണ് കുഴപ്പം ചിലർ പറയും. അതല്ല, ആയത്തിൽ തന്നെ ഉണ്ട് എന്താണ് എൻ്റെ കുഴപ്പം. അള്ളാഹുവിനും അതിന്റെ ദൂതനും എതിരായിട്ട് പോരാടി കുഴപ്പം ചെയ്യുന്നുള്ളതാണ് കറക്റ്റ് ട്രാൻസ്ലേഷൻ. ചില ട്രാൻസ്ലേഷനകത്ത് അള്ളാഹുവിനും ദൂതനും എതിരെ പോരാടുകയും ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുകയും എന്ന അർത്ഥത്തിലാണ് കൊടുത്തത്. പക്ഷെ അങ്ങനെയല്ല. ആ തഫ്സീർ ഖുർആന്റെ ആയത്ത് തന്നെയാണ് അതിന്റെ തഫ്സീർ. പോരാടുന്നത് തന്നെയാണ് കുഴപ്പം. ആ ഭൂമിയിൽ അവർ കുഴപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനും റസൂലിനെതിരെ, ആ ഗവൺമെന്റിനെതിരെ പോരാടുന്നതാണ് അള്ളാഹുയുടെ കുഴപ്പം എന്ന് പറഞ്ഞത്. അപ്പൊ ആ കുഴപ്പമില്ലാവുന്നവരെ നിങ്ങൾ യുദ്ധം ചെയ്യാനുണ്ട്, അതും ഈ അർത്ഥത്തിൽ തന്നെയാണ്. കുഴപ്പമുണ്ടാകുന്നത് ഈ ഗവൺമെന്റിനെതിരായിട്ട് ഒരു യുദ്ധത്തിന് വരുന്നത് വരെ എന്നർത്ഥം, അല്ലാതെ കുഫർ ഇല്ലാതാണെന്നുള്ള അർത്ഥം അല്ലാതെ. അത് ചില ഇതിനകത്ത് തഫ്സീറിലൊക്കെ ചിലർ കുഫറിന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആയത്തിന് നേരിട്ട് മനസ്സിലാക്കുമ്പോൾ കുഫർ അല്ലാതെ പോരാടുന്നതാണ്. ഗവൺമെന്റിനെതിരെ പോരാടി കഴിഞ്ഞാൽ ആ കുഴപ്പം തീരുന്നവരെ ഗവൺമെന്റ് അവർ ആക്ഷൻ എടുക്കണം. അതിന് പല ഇത് ചെയ്യണം. അത് എന്താ, ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ റൂള് കാണും, ഓരോ ഗവൺമെന്റ് ഓരോ റൂള് കാണും. ഇവിടെ അത് നാട് കടത്തണം. അവർ ചെയ്യുന്നതിന്റെ ഇതനുസരിച്ച്, വ്യാപ്തി അനുസരിച്ച്, അതിന്റെ സീരിയസ്നെസ് അനുസരിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആരിഫ് ചോദിച്ച എല്ലാത്തിനും നമ്മൾ ഉത്തരം പറഞ്ഞു. എന്താണ് കുഴപ്പം എന്നുള്ളതിന് ഉത്തരം പറഞ്ഞു. അള്ളാഹു റസൂലിനെതിരെ പോരാടുക എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം പറഞ്ഞു. ആരാണ് ചെയ്യേണ്ടതെന്നും പറഞ്ഞു. അപ്പം ഇത് മതി ആളുകൾക്ക്, നമുക്കൊരു ഇതിനെക്കുറിച്ചുള്ള വ്യക്തത വരുത്താനായിട്ട് ഷോർട്ടായിട്ട് മതി. ഓക്കെ. അജ്മല് എന്തെങ്കിലും ആഡ് ചെയ്യണോ? ഇതില് 2 കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോ ഓഫ് ദ ലാൻഡ്, അതായത് ഓരോ രാജ്യത്തും അതിൻ്റെതായ നിയമങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ നിയമങ്ങൾ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് അതിൻ്റെതായ ശിക്ഷകൾ ഉണ്ടാവും. നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ പെടുന്ന ആർട്ടിക്കിൾ 51A പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുക, പാലിക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്, നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എതിരായിട്ട് നമ്മൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, അതിനെതിരായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 124A APC പ്രകാരം അതും പണിഷബിൾ ആയിട്ടുള്ള കുറ്റമാണ്. അതുപോലെ തന്നെ UAPA ചുമത്തുന്ന കുറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോ ഓഫ് ദ ലാൻഡിനെ ഒപ്പോസ് ചെയ്യുന്നതിന്റെ ഇന്ത്യയുടെ നിയമമാണ്. അപ്പോൾ ഓരോ രാജ്യത്തും അതിൻ്റെതായ നിയമം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക് രാജ്യത്ത് എങ്ങനെയാണ് ലോ ഓഫ് ദ ലാൻഡിനെ എതിർക്കുന്നത് എന്നുള്ളതിന്റെ ശിക്ഷയാണ് അവിടെ ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നത്. അപ്പോൾ നമ്മുടെ നിരീശ്വരവാദികൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ലോ ഓഫ് ദ ലാൻഡ് അനുസരിക്കണം എന്നുള്ള നിരീശ്വരവാദികൾ പറഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മുറുകെ പിടിക്കുന്നവരാണ്. അതായത് നിരീശ്വരവാദികൾ പറയുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ഓരോ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് ആ രാജ്യത്തുള്ള നിയമങ്ങൾ പാലിക്കണമെന്നാണ്. അപ്പോൾ ഈ ആയത്ത് പ്രകാരം അവിടെ അങ്ങനെ ശിക്ഷ ഉണ്ടെങ്കിൽ പോലും നിരീശ്വരവാദ പ്രകാരം തന്നെ, അല്ലെങ്കിൽ ഇവർ പ്രചരിപ്പിക്കുന്ന നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പിടിക്കേണ്ടത് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ അവിടുത്തെ ഒരു ഇസ്ലാമിക് രാജ്യത്ത് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അത് ശരിയായ ലോയാണ്. അപ്പൊ അത് പാലിക്കുക അല്ലെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത്
തന്നെ നിരീശ്വരവാദി ഇവർ പ്രചരിപ്പിക്കുന്ന അനുസരിച്ച് അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ആയത്തിൽ നിന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തഫ്സീറുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് അവർക്ക് എന്തെങ്കിലും ഒരു വിമർശനത്തിന് എന്തെങ്കിലും പറയണ്ടേ, അതിനുവേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യം മാത്രമാണെന്നാണ് നമ്മൾ ഈ ഒരു സംസാരത്തിൽ മനസ്സിലാക്കുക. വേറെ ഒന്നും ഇതിനകത്തില്ല. അതെ 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 വളരെ വ്യക്തമാണ്, കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവതരണ ഒരു പശ്ചാത്തലം ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ആവർത്തിക്കേണ്ടെന്ന് കരുതുന്നു. ഈ കാര്യം തന്നെ കേട്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം ഇത്രയാണ് ഈ വിഷയത്തിലുള്ള. ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് അടുത്ത ഒരു ഇദ്ദേഹത്തിന്റെ വിമർശനമായിട്ട് കാണാം ഇൻഷാ അള്ളാ. വാഹിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.